ഗൈസ് മാത്സ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. ഇതിനകത്തൊരു മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ നമുക്കൊരു ടെക്സ്റ്റ് തരത്തില്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. യൂട്യൂബിൽ ക്ലാസ് കാണുക. ഞാൻ യൂട്യൂബിൽ ഈ 2025 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഓരോരുത്തരിടത്തില്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതെല്ലാം മനസ്സിലാവും. അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്രാവശ്യം ഉള്ളത്. അത് സിമ്പിളായിരുന്നു. പിന്നെ വൈവേ ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ ലാബ് ഏതൊക്കെ ചെയ്യുന്നോ അതിനെ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്, പിന്നെ അതിനെ പറ്റിയുള്ള ചോദിക്കുന്നത്. ഇപ്പോൾ സർക്കിൾ ആൻഡ് പാരബോള ആണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ ചോദിക്കും. ഡൊമൈൻ ആൻഡ് റേഞ്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഡൊമൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏത് ആക്സിസിലാണ്, റേഞ്ച് ഏത് ആക്സിസ്, അതങ്ങനെ. പിന്നെ നമ്മൾ ചെയ്തതിനെ പറ്റിയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ എഴുതിയ ആൻസേഴ്സ് എങ്ങനെ കിട്ടി, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാഫ് നമ്മളെല്ലാത്തിനും വരയ്ക്കണം. ഞാനിപ്പം കമ്പ്യൂട്ടറിൽ ചെയ്തത് നമുക്ക് കിട്ടുന്ന ഗ്രാഫുകൾ ആൻസർ ഷീറ്റിനകത്തോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനകത്ത് അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ടീച്ചറിനെ വിളിച്ച് കാണിക്കുക. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആൻസർ ഷീറ്റ് അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുക. പിന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ക്യൂ എന്നിട്ടിട്ട് നമുക്കൊരു നമ്പർ കാണും. നമ്പറും ഏതെങ്കിലും ഒരു ആൽഫബറ്റും കാണും. അതും നമ്മുടെ ആൻസർ ഷീറ്റിനകത്തോട്ട് എഴുതണം. പിന്നെ നമ്മൾ ഏത് ലാബൊക്കെയാണ് ചെയ്യുന്നത് അതും എഴുതണം. പിന്നെ നമ്പർ കറക്റ്റാക്കി ഇടണം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ഗായ്സ്.